ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വയനാട് ദുരന്തം. ചൂരൽമലയിലും മുണ്ടക്കയിലും പൊലിഞ്ഞ 300-ലേറെ ജീവനുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇവിടെ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോതിരം കണ്ടിട്ട് ഇതാരതാണ് എന്ന്, ബോഡി ഇന്ന ആളതാണ് എന്നുള്ള നിലക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഗ്രൂപ്പിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പരിസരത്തു നിന്ന് ഒരു താക്കോല് കിട്ടിയിട്ടുണ്ട്. ഈ താക്കോല് വെച്ചിട്ട് ഏതെങ്കിലും ബന്ധുക്കാരോ കുടുംബക്കാരോ ഐഡൻറ്റിഫൈ ചെയ്യുമോ, ഇത് ഏത് വീടിൻ്റെതാണ് എന്നെങ്കിലും അറിഞ്ഞാൽ, അല്ലെങ്കിൽ വയനാട് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ ചൂരൽമല ഗ്രാമത്തിലെ പ്രവാസികൾക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവർ അകലെ ഇരുന്ന് ഈ ദുബൈയിൽ ഇരുന്നിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിച്ചവരുമാണ് ഈ നഷ്ടപ്പെട്ടവരെല്ലാം. അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് 100% ഉറപ്പായി. വളരെ ചുരുങ്ങിയ ആളുകളുടെ ജീവനെ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ഈ ബാക്കി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പ്രദേശത്ത് മൊത്തത്തിൽ ഒരു 500 ചില്ലാനും വീടുകൾ പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ രക്ഷപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ, അതായത് 100-ൽ ഒരു 10% ആളുകളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിലെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസമാകുമ്പോഴും ഈ ബോഡിയുടെ ഷേപ്പ് ജീർണിച്ച് വളരെ മോശമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ സ്വന്തം ആളുകൾക്ക് പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പല രേഖകളുമായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. പുത്തുമലയിൽ ഒരു ഇതുപോലത്തെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് എയ്ഡ് ഫൗണ്ടേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വർക്ക് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ പുത്തുമലയോടുകൂടി ആ ഒരു കൂട്ടായ്മ പ്രവാസികളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെ ഉണ്ടായിരുന്ന പള്ളി കമ്മിറ്റി, അതുപോലെ അമ്പല കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, ഇവരിൽ നിന്ന് ലിസ്റ്റുകൾ കളക്ട് ചെയ്ത് ഓരോ ആളുകളുടെയും അതിനുവേണ്ട പ്രത്യേക ഒരു ഗ്രൂപ്പും നാട്ടിലെ കൺട്രോൾ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ ലിസ്റ്റും അയച്ചു കൊടുത്തിട്ട് ഈ ആളുകളെ എവിടെയെങ്കിലും ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ക്യാമ്പിലുള്ളവരെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് അത് ചെയ്യും. അല്ലാത്തവരെ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകളെ ഞങ്ങൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ ആളുകളും മിസ്സിംഗ് ആണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പുണ്ടായ പുത്തുമലയിലെ ദുരന്തത്തിലെ ഒരു ഇരയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഫാസിൽ. ഇപ്പോൾ ഈ ഇതിൽ എങ്ങനെയാണ് ഭാഗമാകുന്നത് ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ? ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ലബ്ബും നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ പ്രളയത്തിൽ പെട്ടപ്പോഴും ഇവർ തന്നെയാണ് നമ്മളെ സഹായിക്കാനും പല കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ 10 വർഷം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയുന്ന കുറേ വിദ്യാർത്ഥികൾ, കൂട്ടുകാർ ഒക്കെ ഇതിലകപ്പെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇപ്പം നിലവിൽ 8000-ഓളം ആളുകളാണ് ക്യാമ്പുകളിൽ അവിടെ ആ ഭാഗങ്ങളിലായിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഒരു മാസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും, ക്യാമ്പുകൾ ഒഴിവാക്കും. നെക്സ്റ്റ് എന്ത് എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. ഇപ്പോൾ നിലവിൽ ഭക്ഷണം, വസ്ത്രമായിട്ടും സന്നദ്ധ സംഘടനകളോ സർക്കാർമാർ എല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ നെക്സ്റ്റ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അവർ അനാഥമായി പോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു സങ്കടം. അതില്ലാതാക്കുക എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് അടുത്തൊരു വർഷത്തേക്കെങ്കിലും അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ നിലവിൽ ആ ഭാഗത്തെ കൽപ്പറ്റ, മേപ്പാടി ഭാഗമുള്ള അപ്പാർട്ട്മെൻറ്റും ആയിട്ടുള്ള വലിയ ബിൽഡിങ്ങൊക്കെ ഉള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരായിട്ടൊരു ഡീൽ ആക്കിയിട്ട് ഒരു വർഷത്തേക്ക് ഉള്ള റെൻറ്റ് ഞങ്ങൾ പേ ചെയ്യുക. എന്നിട്ട് ഒരു വർഷത്തേക്കെങ്കിലും അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ, അതിലിടക്ക് മറ്റ് സംവിധാനങ്ങളൊക്കെ ശരിയാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ UAE തലത്തിൽ ഞങ്ങളിപ്പോൾ അതിൻ്റെ കോർഡിനേഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു. മറ്റുള്ള GCCയിലേക്കും അതിൻ്റെ മെസ്സേജെല്ലാം അയച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളായിട്ട് സഹകരിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞങ്ങളത് സ്വീകരിക്കും. ഞങ്ങൾക്കത് ആവശ്യവുമാണ്, അത്യാവശ്യവുമാണ്. ദുരന്തങ്ങൾ പലത് കണ്ട ജനതയാണ് ഇവർ. ഈ ദുരന്തത്തെയും ഇവർ ഒത്തൊരുമിച്ച് അതിജീവിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. വയനാട് ദുരന്തത്തിൻ്റെ ആഘാതം പ്രവാസ ലോകത്തും ഒട്ടനവധി പേരെയാണ്
ഏറെ ബാധിച്ചത്. മുണ്ടക്കൈ സ്വദേശിയായ ഷൗക്കത്താണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ഷൗക്കത്ത്, എപ്പോഴാണ് ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്? ഇത് ഞാൻ ഖത്തറിൽ ഇവിടെ ഒരു 10-12 മണിയായി, 12-12:30 അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഫോൺ വരുന്നത്, ചെക്കന്മാരെ ഫോൺ വരുന്നുണ്ട്. വന്ന് വിളിച്ചു, ഇവരൊക്കെ ഉറങ്ങുക, ഞങ്ങളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചു, ഞാൻ പുറത്ത് പോയിട്ട് എന്താ മുണ്ടക്കൈയൊക്കെ പോയിട്ടുണ്ട്, ഒക്കെ പുല്ല് പൊട്ടിയിട്ടുണ്ട്, മൊത്തം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ വിളിച്ചു നോക്കി, എല്ലാവരും വിളിച്ചു നോക്കി, വിളിച്ചിട്ടൊന്നും ആരും ഫോണൊന്നും എടുക്കണില്ല. വീട്ടുകാരുമായി അപ്പോൾ തന്നെ വിളിക്കാൻ വീട്ടുകാരുമായിട്ട് വിളിച്ച് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. പിന്നെയാണ് അങ്ങനെ പൊട്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ഓടിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയും പിന്നെ ചെക്കനൊക്കെ മോനൊക്കെ ഓടിയിരിക്കുകയാണ്. അതുകൊണ്ട് വലിയപ്പോൾ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അനിയൻ്റെ ഭാര്യ, പിന്നെ മക്കള്, ജ്യേഷ്ഠനൊക്കെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട 4-5 ഫാമിലി, പിന്നെ മൊത്തം ഞങ്ങളവിടെ 10-700 കുടുംബമുള്ളതാണ്. അതിൽ മൊത്തം പോയിക്കണേ. ഞങ്ങളെ മാലിൽ തന്നെ 400-450 കുടുംബമുണ്ട്. പിന്നെ മറ്റുള്ളവരും ഉണ്ട്, അതിൽ മൊത്തം പോയിട്ടുണ്ട്. ഈ ഉറ്റവരടക്കം ഈ വളരെ അടുത്ത എത്ര പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ അറിവിൽ അനിയൻ മരിച്ചു, അനിയൻ്റെ 3 കുട്ടികൾ മരിച്ചു, ഭാര്യ മരിച്ചു. പിന്നെ എൻ്റെ കാക്കാൻ്റെ ഭാര്യ, പിന്നെ 2 മക്കൾ, അവരുടെ ഫാമിലി, അവൻ്റെ ഭാര്യ, അവൻ്റെ 3-4 മക്കളുണ്ട്, 4 മക്കളും ഒക്കെ പോയി. ഈ വീടൊക്കെ അടുത്തടുത്താണോ നിങ്ങളെ വീടുകളൊക്കെ? പുളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതൊക്കെ എൻ്റെ പിന്നെ കാക്കാൻ്റെയും പിന്നെ മക്കളൊക്കെ ഒരു ഏരിയയിലാണ്. പുളക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞാൽ മുണ്ടക്കൈ, ഇവർ ചൂരൽമലയാണ് ഉള്ളത്. ചൂരൽമല പറഞ്ഞാൽ ഒരു പുളക്കാട് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഞാൻ മുണ്ടക്കൈയാണുള്ളത്. മുണ്ടക്കൈയിൽ നിന്ന് അങ്ങനെ മൊത്തം ഉരുൾപൊട്ടിയിട്ട് ഈ സൈഡിൽ കൂടെ, ഈ ചൂരൽമല ആ സൈഡിൽ കൂടെ മൊത്തം പിന്നെ സ്കൂളിൻ്റെ അതിൻ്റെ കൂടെയൊക്കെയാണ് വെള്ളം വന്നിട്ട് പോയിക്കണം. ഈ കുടുംബത്തിലെല്ലാവരും പോയി. ഫാമിലി ആയിട്ട് ഇപ്പം ഞാൻ തന്നെ ബാക്കിയുള്ളൂ. ഞാനും ചെറിയൊരു അനിയനുണ്ട്. എൻ്റെ അനിയന് രക്ഷപ്പെട്ട തന്നെ എൻ്റെ മോളെ കെട്ടിച്ചവിടെ പിന്നെ മോളെ അമ്മോസിന് സുഖമില്ലായിട്ട് ആസ്പത്രിയിലാക്കി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ പൊട്ടുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ. അങ്ങനെ ഇവൻ്റെ ഭാര്യയും മക്കളും മോളെ പുരയിൽ പോയി അവിടെ നിന്ന്. ഇവന് ഈ ഹോസ്പിറ്റലിലും പോയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന. അതുകൊണ്ട് ഓൻ്റെ ഫാമിലി രക്ഷപ്പെട്ടു. ഈ അടുത്ത വീടുകളുടെയൊക്കെ അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു? എങ്ങനെയാണ്? എല്ലാവരും വിളിച്ച് അന്വേഷിച്ചു. എല്ലാവരും വിളിക്കാൻ ഇനി അവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കുക? പിന്നെ ഞങ്ങളെ മഹലിൽ ഗ്രൂപ്പുണ്ട്, അതിലേക്ക് ബന്ധപ്പെട്ടുന്ന വിവരങ്ങൾ അറിയാമെന്നല്ലാതെ വേറെ ഇതൊന്നുമില്ല. അവിടെ മൊത്തം മഹലിൻ്റെ പള്ളീൻ്റെ ഖത്തീഫ് പോയി മരിച്ചുപോയി എന്നാണ് അറിയുന്നത്. കുറേ ആൾക്കാർ ഇനിയും ഒരുപാട് ബോഡി കാണാനുമില്ല, ബോഡി കിട്ടാനുമുണ്ട്. എന്താണ് അല്ലാഹു അഅലം. നാളെ നാട്ടിലേക്ക് പോകാൻ? നാളെ ഞാൻ പോവാണ്. അതിപ്പോൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ വരാമല്ലോ. പിന്നെ പ്രവാസിയായിട്ട് 30 കൊല്ലമായി. സാമ്പത്തികമൊക്കെ പോയി, അതൊന്നും വിഷയമല്ല, എന്നാലും പറയാമെന്നുള്ളൂ. കുടുംബത്തിൻ്റെ കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ ബാക്കി. പിന്നെ പെങ്ങളുണ്ട്. പെങ്ങളെ പാലക്കാടാണ് കെട്ടിച്ചിട്ടുള്ളത്. അവർ പുള്ളി തന്നെയാണ്. മക്കൾ പിന്നെ റിപ്പൻ ആ ഭാഗത്താണ്. ഒരാൾ റിപ്പനും ഒരാൾ കൽപ്പറ്റ ആ ഭാഗത്താണ് കെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മോനും ഭാര്യ സേഫാണ്. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഒരു അനിയനും അനിയൻ്റെ ഭാര്യയും മക്കളും സേഫാണ്. ബാക്കിയൊക്കെ പോയി. ഒരു അനിയൻ്റെ ഗർഭിണിയായ ഭാര്യ അടക്കം മരിച്ചുപോയി. അതിൻ്റെ ബോഡിയൊക്കെ കിട്ടിയിരിക്കുന്നു. അനിയനെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 കുട്ടികളെ കാണിച്ചിരുന്നു ഫോട്ടോയിൽ. അനിയൻ കിട്ടിയിട്ടില്ല. 3 കുട്ടികളുണ്ട്. അവൻ്റെ വീട്, എൻ്റെ അനിയൻ്റെ വീട്, അവൻ്റെ വീട്, പിന്നെ ആ ഏരിയയിലെ മൊത്തം വീടുകൾ പോയി. വലിയ നഷ്ടമാണ് ഷൗക്കത്തിനെ പോലുള്ളവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം ഖത്തർ KMCCയുടെ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസ്സമദ് കൂടിയുണ്ട്. ഡോക്ടർ, ഖത്തർ KMCC ഇതിനോടകം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാം യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലാണ് പ്രവാസികളെ, ഈ വയനാട് നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമുഖത്താണ് നമ്മളുള്ളത്. അതിൽ ഷൗക്കത്തിനെ പോലുള്ള പ്രവാസികൾ, അവരെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം അവരെ, ഇവിടെയുള്ള എത്ര പ്രവാസികൾ, ആരൊക്കെ പ്രവാസികളാണ് ഇത് ബാധിച്ചത്, അവരുടെ കുടുംബങ്ങൾക്കാണ് ബാധിച്ചത്, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം. അതിനാണ് ഞങ്ങൾ ഖത്തറിലേക്ക് മാത്രമായി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന രീതിയിൽ 2-3 നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കൊടുത്ത് കുറച്ച് പേര് 3-4 പേര് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്.
അപ്പം ഇപ്പോൾ ഷൗക്കത്തിനെ കാണാൻ വന്നത് അങ്ങനെ തന്നെ അറിഞ്ഞിട്ടാണ് വന്നത്. ഇങ്ങനെ ഈ കുടുംബം നഷ്ടപ്പെട്ടിട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട്, കുടുംബം എന്നല്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഷൗക്കത്തിനെ പോലുള്ളവരുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ പോകുന്നതിന് വേണ്ട സഹായങ്ങൾ, ഇപ്പം അതിന് വേണ്ട ടിക്കറ്റുകളും അവർക്ക് വേണ്ട പ്രാഥമിക ചെലവുകളൊക്കെ KMCC വഹിക്കാനാണ് തീരുമാനിച്ചത്. അതിൽ കവിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസത്തിനുള്ള പദ്ധതികളും തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് മുസ്ലിം ലീഗ് കമ്മിറ്റി മൊത്തമായിട്ട് ഒരു മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തായിരുന്നാലും അതിനോട് യോജിച്ചുകൊണ്ട്, അത് അവരെ സഹായിച്ചുകൊണ്ട്, അവരുടെ കൂടെ നിന്നുകൊണ്ട് KMCCയും അതിന് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ട ഇപ്പം ഈ ദുരിതബാധിതർക്ക് വേണ്ട വസ്ത്രങ്ങളായിരുന്നാലും ശരി, അവർക്ക് വേണ്ട മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുള്ളതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഖത്തർ KMCC ഉള്ളത്. നമ്മൾ ആകെ വെയിറ്റ് ചെയ്യുന്നതാണ് മുസ്ലിം ലീഗ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഘടനാ തലത്തിൽ വരുന്ന തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് പ്രവാസ ലോകം നൽകുന്നത്.